എവിടെ നിങ്ങൾ മാത്രമേ എത്തിയുള്ളൂ? എന്നും കാത്തിരിക്കോ? ഹലോ. അമ്മ നമ്മളെങ്ങോട്ടി പോണേ? നമ്മളാ സ്ഥലത്തേക്ക് എങ്കിടാന്ന് പറ. സർപ്രൈസ് ഗസ് എവിടേക്കാ പോണേ? എനിക്കറിയില്ല. ഗസ് ചെയ്യാൻ പറ്റില്ല. എവിടേക്കാ പോണേന്ന് കുഞ്ഞാക്ക് ഗസ് ചെയ്യാൻ പറ്റും? എവിടേക്കാന്ന് എനിക്കൊന്നും അറിയില്ല. അവിടെ പറഞ്ഞാ മതിട്ടാ. എൻ്റെ ഈ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബോട്ട് കിട്ടുമോ ജിതു ചോദിച്ചിട്ട്. ഒരു മെസ്സേജ് അല്ല, കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു മെസ്സേജാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, സുലുമോളാണ് ആ ഒരു മെസ്സേജ് അയച്ചത്. സുലുമോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോഴേ തോന്നി സുലുമോൾക്ക് ബോട്ടി കഴിക്കാനായിട്ട് അതിയായ കൊതിയുണ്ടെന്ന്. എനിക്കും ഇതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ തട്ടുകട സ്റ്റൈലിലുള്ള ആ ഒരു ബോട്ടിങ് കപ്പിങ് കഴിക്കാൻ ഭയങ്കര കൊതി തോന്നിയിട്ട് കുറേ അന്വേഷിച്ച് നടന്ന ഷീമോൻ എവിടെയോ ഒരു സ്ഥലത്തുള്ളിൽ കൂടിയൊക്കെ പോയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മളിത് കഴിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. നജ്മ മാർക്കറ്റിൻ്റെ ഉള്ളിലോ എവിടെയോ ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ സുലുമോളുടെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. ഞാനും ഈ ബോട്ടിങ് കപ്പിയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കണ്ണനും ചിത്തും തനിച്ച് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പുറത്തേക്ക് പോയി തുടങ്ങിയ ആ ഒരു സമയത്ത് അവർ ഫ്രണ്ട്സായിട്ട് ഇതുപോലെ തട്ടുകടയിൽ നിന്ന് ബോട്ടിങ് കപ്പിയും കഴിച്ച് വന്നിട്ട് ഒരു ദിവസം വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് കഴിച്ച് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്കും വേണം ബോട്ടിങ് കപ്പിയും. അങ്ങനെ ഇവർ പിറ്റേ ദിവസം കളിക്കാൻ പോയിട്ട് പോകുന്ന സമയത്ത് അമ്മ അവരുടെ കയ്യിൽ കാശ് കൊടുത്തിട്ടു എനിക്കും കൂടി വാങ്ങാനുള്ള. അങ്ങനെ കണ്ണനും ചിത്തും വാങ്ങി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആദ്യമായി കപ്പിയും ബോട്ടിയും കഴിക്കണം. അന്ന് മുതൽ ഞാൻ ഇവൻ്റെ കട്ട ഫാനാണ് കേട്ടോ. പിന്നെ അച്ഛൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ ബോട്ടിങ് കപ്പേൻ്റെയൊക്കെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ബോട്ടി കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ബോട്ടിക്കറിക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് തരുമായിരുന്നു. ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ അച്ഛനായിരുന്നു അത് ക്ലീൻ ചെയ്ത് ഇതെല്ലാം കുക്ക് ചെയ്ത് തരുന്ന ആൾ. അങ്ങനെ കുറേ പിന്നെ അങ്ങനെ വീട്ടിൽ വാങ്ങി തുടങ്ങിയപ്പോൾ പിന്നെ ലാവിഷായി നമുക്ക് വയറ് നിറച്ച് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ പോയി എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ കുറേ കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം ഞാൻ നാട്ടിൽ പോണത് തന്നെ ഈ ഒരു കപ്പയും ബോട്ടിയും കഴിക്കാനാണ്. അത് എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടുന്ന എല്ലാതരം ഫുഡുകളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ കപ്പ ബോട്ടി, ചിക്കൻ പാർട്സും കപ്പയും അല്ലെങ്കിൽ കപ്പ പോർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാനാണല്ലോ ഇവിടെ ബുദ്ധിമുട്ട്. അപ്പോൾ അത് കഴിക്കാനാണ് ഞാനിപ്പോൾ നാട്ടിൽ പോണേ. അപ്പോൾ അത് നമുക്ക് സുലുവിനുള്ള ഫുഡ് സർപ്രൈസായിട്ട് വാങ്ങി കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. സുലു എന്തായാലും കൊതിച്ചിരിക്കുകയാണല്ലോ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഷീ കിച്ചണിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ കുഞ്ഞാവോടും ഡാഡിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളെവിടേക്കാണ് പോണേന്നൊന്നും. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ആൾക്കാർക്ക് അറിയണേ. അങ്ങനെ ഷീ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ശ്യാമളേച്ചിയുടെ തട്ടുകടയിൽ ചേച്ചി നല്ല അപ്പവും പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ടത്തെ തട്ടുകടേനെ ഓർമ്മിപ്പിക്കുന്ന സ്റ്റൈലിലൊക്കെയുള്ള ഒരു പുളിമിഠായും പിന്നെന്താ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പ്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് പോയി അവിടെ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് സുലുവിനുള്ളത് പാഴ്സൽ വാങ്ങി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബാക്കിലുള്ള സീറ്റാണ് ഇവന്മാരുടെ ഒരു ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അവിടെ പോയിരുന്നു. ഇവർക്ക് ചായയും കാപ്പിയൊക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചായയും കാപ്പിയും ഒരു ജ്യൂസൊക്കെ പറഞ്ഞ് നമ്മളതെല്ലാം കഴിച്ച് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് എത്തി. ചിക്കൻ കൊണ്ടാട്ടം പിന്നെ അവിടുത്തെ ചിക്കൻ ബാർബിക്യൂ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് സുലുവിനുള്ള ഫുഡും വാങ്ങി നമ്മൾ പോവുക. അപ്പോൾ സുലുവിൻ്റെ വീടിൻ്റെ ലൊക്കേഷനോ ഫ്ലാറ്റ് നമ്പറോ ബിൽഡിംഗ് നമ്പറോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പാത്തുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ പാത്തു വിളിച്ച് ചോദിച്ച് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സുലുവിൻ്റെ നിഗമനത്തിൽ പാത്തുവാണ് അവിടെ വരുന്നതെന്നാണ്. ഞാൻ വരുന്ന ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കക്ഷി പാത്തുവിനെ ആയിരിക്കും ആൾ പ്രതീക്ഷിക്കണേ. അപ്പം നമുക്ക് ഇങ്ങനെ സുലുവിനത് കൊണ്ടുകൊടുത്തിട്ട് വരാം കേട്ടോ. എവിടെ നിങ്ങൾ മാത്രമേ എത്തിയുള്ളൂ? എന്നും കാത്തിരിക്കോ? ഹലോ.